സുധീഷ്, ഓപ്പറേഷൻ മഹാദേവ്, പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരെ ഇന്ത്യൻ സൈന്യം ഫിനിഷ് ചെയ്തു. അപ്പോൾ അതിന് ശേഷവും വീണ്ടും ഓപ്പറേഷനുകൾ നടക്കുകയാണ്. ഏകദേശം പത്തിലധികം ഭീകരരെ ഇന്ത്യൻ സൈന്യം വധിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ നേരത്തെ ഒരു സമയത്ത് ഈ ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ടാവും തോന്നുന്നു, നടത്തിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ പഹൽഗാമിന് ശേഷം ശക്തമായ ഒരു നീക്കമാണോ ഇന്ത്യൻ സൈന്യം നടത്തുന്നത്? അതുകൊണ്ടാണോ ഇങ്ങനെയൊരു പെട്ടെന്ന് കുറേയധികം ഭീകരർ കൊല്ലപ്പെട്ടത്? പഹൽഗാമിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ സൗത്ത് ബ്ലോക്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ യോഗം ചേർന്ന് തീരുമാനിച്ച ഒരു കാര്യമുണ്ട്: ഇത് ചെയ്തവരാരായാലും ശരി വെറുതെ വിടാൻ പാടില്ല. അത് അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണെങ്കിലും ശരി വെറുതെ വിടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാത്ത രീതിക്ക് യോഗം ചേർന്ന് തീരുമാനം എടുക്കുകയും, അതായത് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, NSA അജിത് ഡോവൽ ഉണ്ടായിരുന്നു, സൈനിക തലവന്മാരുണ്ടായിരുന്നു, അങ്ങനെ JNK പോലീസിൻ്റെ തലവനുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ NSA അജിത് ഡോവൽ ബാക്കിയുള്ള സൈനിക തലവന്മാരുമായിട്ട് പിന്നെയും യോഗം ചേർന്ന് അതിൻ്റെ അനുസരിച്ച് പിറ്റേ ദിവസം NIA ഏകദേശം 1000-ഓളം പേരെ അറസ്റ്റ് ചെയ്ത്, പലരെയും ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്ത് ഒക്കെ ആയിട്ട് മുൻപോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ അറസ്റ്റ് ചെയ്ത് അത് മാത്രമല്ല, അല്ലാതെ ഇൻറ്റർഗേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു കുതിരക്കാരൻ പറഞ്ഞു, സാറേ അന്ന് വന്ന ഒരു ടൂറിസ്റ്റ്, അയാൾ കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന സാധാരണ ടൂറിസ്റ്റുകൾ കയറിയിരിക്കും പോലെയല്ല. ടൂറിസ്റ്റുകൾ കയറിയിരിക്കുന്ന കുതിരയെ പേടിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ കുതിരപ്പുറത്ത് താഴെ വീഴുമോ എന്ന് പേടിച്ചിട്ടോ ആ ഒരു രീതിക്കാണ്. ഇദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആണ് കുതിരപ്പുറത്ത് കയറിയിരുന്നത്. അപ്പോൾ അയാളെ മാറ്റി നിർത്തിയിട്ടായ ഈ പറഞ്ഞ ആളുടെ സ്കെച്ച് വരയ്ക്കാനായിട്ട് മുൻപോട്ട് പോയി. അതുപോലെ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ, അദ്ദേഹം പറഞ്ഞു അന്ന് ഗ്ലൗസ് ഇട്ടിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് സ്കെച്ചൊക്കെ നോക്കിയിട്ട് ഇവരെ കൊണ്ട് സ്കെച്ച് വരപ്പിച്ച് കഴിഞ്ഞിട്ട് അവരും തൃപ്തരാണ്, ഇത് തന്നെയാണ് ആൾ എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പല ഡേറ്റാബേസുമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ പേര് ബഷീർ എന്നും പർവേസ് എന്നുമാണെന്നാണ് കണ്ടത്. അവരെ അതിൻ്റെ അത് ഒരാൾ ചായ കച്ചവടം നടത്തുന്നതും ഒരാൾ അനധികൃതമായിട്ട് അവിടെ ഒരു ലോഡ്ജ് നടത്തുന്നതുമൊക്കെ ആയിട്ട് ഉള്ള ഇതന്ന് കണ്ടു. ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ആയിരുന്നു? അപ്പോൾ അല്ല അവരെ പൊക്കി കാരണം ഈ ഓവർഗ്രൗണ്ട് വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കാശ്മീരിലെ ലോക്കൽസ് ഒരു കുതിരപ്പുറത്ത് കയറിയിരിക്കുന്നത് അവരുടേതായിട്ടുള്ള രീതിക്കാണ്. അതിന് അവരുടേതായിട്ടുള്ള സ്റ്റൈലുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കുതിരക്കാർക്ക് അറിയാം. കാരണം അവരിത് ഈ കുതിരക്കാർ പണിയല്ലേ ഇത്, അവരിത് എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ അങ്ങനെയല്ല, ഇത് ആ കുതിരക്കാരൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇത് മിലിറ്ററിക്കാർ കയറിയിരിക്കുന്ന ആ ഒരു സ്റ്റൈലാണ് എന്നുള്ളതാണ്. ബഷീറിനെയും പർവേസിനെയും പൊക്കി. അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സിൻ്റെ ബാക്കി പത്രമായിട്ട് പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ നിന്ന് കിട്ടിയത് പാകിസ്ഥാനി വോട്ടർ കാർഡ്. അവരെ വ്യക്തമായിട്ട് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഇവരല്ല ഇത് ചെയ്തത്, പക്ഷേ ഇവരതിൻ്റെ സപ്പോർട്ടിങ് സ്റ്റാഫായിരുന്നു. അപ്പോൾ ചെയ്തത് ആരാണെന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് സുലൈമാൻ, അഫ്ഗാൻ, ജിബ്രാൻ എന്നിങ്ങനെ അവരെ പറ്റിയുള്ള ഇത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നാം ഇവരെ തപ്പിക്കൊണ്ടിരുന്നു. കോക്കർധാം എന്ന് മറ്റോ പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഒരു സേഫ് ഹൗസ് ആർമി റെയ്ഡ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരവിടെ ഉണ്ടായിരുന്നു, പക്ഷെ വെടിയുതിർത്ത് രക്ഷപ്പെട്ടു പോയി. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ 4 കേസുകൾ, മറ്റേ മെഷീൻ ഗണ്ണുകളാണല്ലോ ഇവരുടെ കയ്യിലിരിക്കുന്നത്, ആ 4 കേസുകൾ ഫോറൻസിക് ലാബിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പഹൽഗാമിലെ 4 കേസുകൾ നമ്മൾ ഓൾറെഡി ഫോറൻസിക് ലാബിലുണ്ടായിരുന്നു. അതുമായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ മേക്ക് സെയിമാണ്, അതിൻ്റെ അകത്തെ കെമിക്കൽ കോമ്പോസിഷൻ സെയിമാണ്, എല്ലാം സെയിമാണ്. സോ സെയിം സ്ഥലത്തു നിന്നുള്ള ഓർഡിനൻസ് ആണ് കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ആണ് ഇവർ അപ്പോൾ ആളിത് തന്നെയാണ്. അവർ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഈ ഒരു സിനാരിയോയിൽ ആർമി അവരെ ആ സേഫ് ഹൗസ് വളയാനായിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ റൂട്ടുണ്ടാക്കി രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവരെ ട്രാക്ക് ചെയ്ത് ഇവർ എന്താണെങ്കിലും യാതൊരു സംശയമില്ലാതെ കാര്യമാണ് ഇവരുടെ മേലധികാരികളോട് ബന്ധപ്പെടും. അത് ഒബ്വിയസ്ലി സാറ്റലൈറ്റ് ഫോൺ ആയിരിക്കും. കാരണം ബാക്കിയുള്ള അവരാ പോയ വഴിയിൽ ഇത് റിസപ്ഷൻ വളരെ മൊബൈൽ ഫോണിനൊന്നും റിസപ്ഷനുള്ള സ്ഥലങ്ങളല്ല. അപ്പോൾ NTRO മൈക്രോ റേഡിയോ ഫ്രീക്വൻസിയിൽ മൈക്രോ റഡാറുകൾ
ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇത് നീക്കം നടത്തിയ ആ ഒരു ഏരിയയിൽ. അതായത് ഹലൻ എന്ന് പറയുന്ന മഹാദേവ് അവിടെയുള്ള ഒരു പർവ്വത നിരകളാണ്. അതിലെ ഹലൻ എന്ന് പറയുന്ന സൈഡിൽ നിന്ന് നമുക്ക് NTROയ്ക്ക് അതിൻ്റെ ഇത് കിട്ടി, അതിൻ്റെ റേഡിയോ ഇൻ്റർസെപ്റ്റുകൾ കിട്ടി. അങ്ങനെ റേഡിയോ ഇൻ്റർസെപ്റ്റുകൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഏരിയ കോർഡൺ ചെയ്തു. അതൊരു വലിയൊരു ഏരിയയാണ്. നമ്മളീ പറയുന്ന സ്ക്വയർ കിലോമീറ്ററുകളുടെ കാര്യമാണ്, ചെറിയൊരു ഏരിയയുടെ കാര്യമല്ല. അത് കാടുകൾ തന്നെയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ബഷീറിൻ്റെയും പർവേസിനെയും ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇവർ SSG കമാൻഡോകളാണ്. ഇതിൻ്റെ അകത്തൊരു SSG കമാൻഡോ ഇതുണ്ട്. അതിൻ്റെ അകത്ത് സുലൈമാൻ എന്ന് പറയുന്ന ആൾ SSG കമാൻഡോ ആയിരുന്നു. അദ്ദേഹം അയാൾ ബഹാവൽപൂരിലെ തീവ്രവാദ ട്രെയിനിങ്ങുകളുടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് നേരത്തെ. ഇപ്പോൾ അയാൾ നേരിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ അത് അഫ്ഗാൻ എന്ന് പറയുന്നയാളും കാശ്മീർ താഴ്വരകളിൽ ആൾക്കാരെ കൂട്ടിയിണക്കിക്കൊണ്ട് റാഡിക്കലൈസ് ചെയ്യുന്നതിൻ്റെ അകത്തെ മെയിൻ ആളായിരുന്നു. ഈ അഫ്ഗാൻ്റെ റോയിലെ പേര് ഉസ്താദ് എന്നാണ്. റോ ഡാറ്റാബേസിലുണ്ടായിരുന്ന സമയത്ത് അയാളുടെ പേര് ഉസ്താദ് എന്നുള്ളതാണ്. പിന്നെ ജിബ്രാൻ ഒരു ടെക്സാവി ആയിട്ടുള്ള ഒരു ലോ റാങ്കിങ് ആയിട്ടുള്ള ഒരു കമാൻഡർ തന്നെയാണ് ലഷ്കർ ഇ തോബയുടെ തന്നെ. അങ്ങനെയാണ് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരാണ് നേരിട്ടത് ചെയ്തത്. അത് ഉറപ്പാക്കാനായിട്ട് നമ്മളെ കൊണ്ട് കിട്ടിയ തെളിവുകളെല്ലാം ചെയ്തു. ഇവരുടെ സാറ്റലൈറ്റ് ഫോൺ ഇൻ്റർസെപ്റ്റ് ചെയ്തു. അങ്ങനെ ആ ഏരിയ വളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഡ്രോൺ വെച്ചിട്ട് വിഷ്വൽ റീകോണസൻസ് എടുത്തു. ആ ഏരിയയിൽ ആട് മേയ്ക്കാനായിട്ട് പോയവരുടെ അടുത്തു നിന്നുള്ള ഇൻപുട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ ഇൻ്റലിജൻസ് അവിടെ ഉണ്ടായിരുന്നു, സിഗ്നൽ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി വിഷ്വൽ കൺഫർമേഷൻ കിട്ടി ഡ്രോൺ വഴി. അത് കഴിഞ്ഞിട്ടാണ് 4 പാരാ SF-ഉം 24 രാഷ്ട്രീയ റൈഫിൾസ്, 4 പാരാ SF പോയിന്റ് 24 രാഷ്ട്രീയ റൈഫിൾസ് സപ്പോർട്ട്, അതിൻ്റെ പുറകെ കോർഡൺ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ജമ്മു കാശ്മീർ പോലീസ് മുതൽ CRPF മുതൽ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടിങ് യൂണിറ്റ്സും ഉണ്ടായിരുന്നു. സോ ഇത് ഹ്യൂമൻ ഇൻ്റലിജൻസ് വഴി, സിഗ്നൽ ഇൻ്റലിജൻസ് വഴി സ്പെഷ്യൽ ഫോഴ്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയൊരു ടീം വർക്ക്. അതുപോലെ തന്നെ രാഷ്ട്രീയ റൈഫിൾസ് ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു. രാഷ്ട്രീയ റൈഫിൾസ് ഇല്ലാത്ത, ചുക്കില്ലാത്ത കഷായം പോലെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ റൈഫിൾസ് ഇല്ലാത്തൊരു ഓപ്പറേഷൻ കാശ്മീരിൽ നടക്കില്ല. അപ്പോൾ അതിനുവേണ്ടി ഉണ്ടാക്കിയതാണല്ലോ. ഒബ്വിയസ്ലി യെസ്. അങ്ങനെ അവർ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ഓപ്പറേഷനായിട്ടാണ് ഓപ്പറേഷൻ മഹാദേവ് അതിനൊരു ഫൈനലൈസേഷൻ